ദൈവനാമത്തിന് മഹത്വം. ഈ നല്ല പ്രഭാതത്തിൽ ദൈവാത്മാവിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുന്നു. അപ്പോസ്തലനായ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. ഈ വചനം നമ്മെ ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നത് ഒരു കാലഘട്ടങ്ങളിൽ നാം അന്ധകാരത്തിലായിരുന്നു എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലാണ്. ഏതെല്ലാം വിധങ്ങളിൽ നാം അന്ധകാരത്തിലായിരുന്നു എന്നുള്ള ഒരു തിരനോട്ടത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കഷ്ടതകൾ, രോഗങ്ങൾ, നിരാശകൾ, പൈശാചികമായ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ഒരു അത്ഭുത പ്രകാശത്തിലേക്ക്, പ്രകാശത്തിൻ്റെ സ്രോതസ്സായ ക്രിസ്തുവിലൂടെ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് നമ്മെ ഓർപ്പിച്ച ആ ക്രിസ്തുയേശുവിലൂടെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി ചൊരിഞ്ഞതായി ദൈവിക പ്രവൃത്തികളുടെ ഉച്ചഭാഷണിയായി നാം മാറണമെന്ന് ഈ ദൈവദിനം നമ്മെ ഓർപ്പിക്കുകയാണ്. അതിനായി നമ്മെ തിരഞ്ഞെടുത്ത ആ വലിയ തിരഞ്ഞെടുപ്പ് എത്രയോ അത്ഭുതകരമായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു പകൽക്കാലം കൂടിയാണ്. അതുമാത്രമല്ല, നമ്മെ ഓരോരുത്തരെയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കി തീർത്തു. സ്വന്തമെന്ന് പറയുവാൻ തക്കവണ്ണം ആത്മാഭിമാനത്തോടുകൂടി ഈ ദൈവവചനം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ആകയാൽ പ്രശംസയോടുകൂടി ഈ ദൈവവചനത്തിന് കീഴ്പ്പെടുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരട്ടെ. അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവനെ പ്രസാദിപ്പിക്കാൻ തക്കവണ്ണം ഈ പകൽക്കാലം നമുക്ക് ഒരു മനസ്സോടുകൂടി അടുത്തു വരാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ ദാസൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.